ഗായ്സ് ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐബോടെ മാഗി കൊണ്ടുള്ള അംഗം വെട്ടാണ് കാട്ടിക്കുന്നത്. എന്തറിയുമ ആകെ മേത്ത് വെച്ച് തേച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സിനിമക്ക് പോവുകയാണ്. അതുപോലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സിനിമക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഞങ്ങൾ ചാവടിക്കാട് നിന്നത്. പക്ഷെ ഐബൂസിന്റെ മാഗി അംഗം വെട്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. വാവ്, ഇതാണ് ഇവിടെ കുട്ടിയുടെ അക്രമം. ഐബു എന്ത് തിന്നണേ? എന്ത് തിന്നണേ ഐബൂസ്? രാഗിയായിബുലേ? രാഗിയാ? രാഗിയൂല? ജാസിയാരാ? 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 പോട്ട്. അപ്പൊ ഗായ്സ് ഞങ്ങളിപ്പോ നേരത്തെ കണ്ടില്ല നിങ്ങള് അംഗം വെട്ട്? എന്തിന്റെ അംഗം വെട്ട്? ഇവിടെ ഞങ്ങള് വൈകിട്ട് ഇന്ന് മാഗി എന്നിട്ട് ആ മാഗി തിന്നാൾ അംഗം വെട്ടു ആകെ കൊളാക്കിട്ടേക്കിടുന്നു ഇവിടെ ഊപ്പരാള്. അപ്പം ഞങ്ങൾ ഇന്ന് സിനിമക്ക് പോവാണ്. ARMന് പോവാണ് ഒറ്റപ്പാലത്തേക്ക്. ARMന് പോകണം. രാത്രിയാണ് സിനിമ. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഐബൂന് ഇപ്പോൾ വൈകിട്ടായിട്ട് രാത്രി 7 മണി 7:30 പറയും. അപ്പം ഞാൻ ഐബൂന് കഞ്ഞി കൊടുത്തിട്ട് കൊണ്ടുപോയി അയച്ചു. ഇല്ലെങ്കിൽ ഈ രാത്രി നമ്മൾ വരുമ്പോഴത്തേനും നല്ല നേരം വഴുകൂലേ. അപ്പോൾ രാത്രി ഒന്നും തിന്നില്ലെങ്കിൽ പിന്നെ അംഗം വെട്ട ഉറങ്ങൂല. അപ്പോൾ കഞ്ഞി കൊടുത്തിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കണം, കുളിപ്പിക്കണം, ഡ്രസ്സൊക്കെ മാറ്റണം, പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം ഞാൻ ഇപ്പോൾ ഇക്കാട് വീട്ടിലാട്ടോ. ഞാൻ ഐബൂസിനെ കുളിപ്പിക്കാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ജലദോഷം മാറിയിട്ട് ആന്റിബയോട്ടിക് ഇപ്പം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി ജലദോഷം വീണ്ടും കൂടുന്നുണ്ട്. 2-3 ദിവസം കൂടി ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാതെ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ കഞ്ഞി വെച്ചിട്ടുണ്ട്. നീ കഞ്ഞി കൊടുത്തിട്ട് കുളിച്ചിട്ട് കഞ്ഞി കൊടുത്തു. എന്ത് പറയണേ? എന്ത് മൈക്കൊന്നും വരാൻ പറ്റില്ല. നോ 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 നോ. ഇതാണ് ഗൈസ് ഞാൻ ഇടാൻ ഡ്രസ്സ്. അപ്പം ഞാൻ വേഗം ഒരുങ്ങിട്ട് മറ്റാൾ കഞ്ഞൊന്നും കുടിച്ചില്ല. വേറെ കാര്യം ആകെ ഒരു 8 വായ കുടിച്ചുള്ളൂ. അവനിക്ക് വിശക്കണില്ല. നേരത്തെ അല്ലേ സാധാരണ 9 മണിക്കൊക്കെ കൊടുക്കാറ്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പം ഞാൻ എങ്ങനെയാണ് പോണാട്ടി മുമ്പ് ഈ ഒരു ബാഗ് കൈപ്പിടിക്കൂട്ടോ. ഐബൂന്റെ അപ്പൊ ഡ്രസ്സ് കൈപ്പിടിക്കും. ഒരു പെയർ ഓഫ് ഡ്രസ്സ് എങ്ങോട്ട് പോകുമ്പോൾ കൈപ്പിടിക്കൂട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇൻ കേസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വിബാണ് അവന്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ എടുക്കാതെ അത് കൈപ്പിടിക്കും. പിന്നെ ഒരു പെയർ ഓഫ് പമ്പേഴ്സ് കൈപ്പിടിക്കും. പിന്നെ സാധാ ടവല്, പിന്നെ ഇക്ക് വേണ്ടി ലിപ്സ്റ്റിക്ക്, പിന്നെ ഫ്രൂട്ട്സ്. ഇത്ര കൈപ്പിടിക്കൂട്ടോ ഐബൂനെ കൊണ്ടുപോകാല്. അപ്പൊ ഐബൂന്റെ ബാഗാണിത്. ഓക്കെ ഡ്രസ് മാറ്റണ്ടേ? ഒതുങ്ങിടക്ക് ചാടും. ഇതാണ് ഐബൂന്റെ ഡ്രസ്, പുതിയ ഡ്രസ്. ഇത് ചോറ്റാ യാ സെറ്റ് അടിക്ക് സെറ്റ് പറ സെറ്റ് അടിക്കടാ സെറ്റ്. ഓക്കെ ഗായ്സ് അപ്പൊ ഞാനൊരു അധികം ബ്ലഷ് ഇട്ട് പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാ. അത്ര ഉള്ളു. രാത്രിയല്ലേ അല്ലാണ്ട് അങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ ഡ്രസ്. ഫുള്ള് കാണിച്ചാൽ ഇതാണ് ഐബു സുന്ദരനായി പാന്റും കുപ്പാക്കട നടന്നു ഇതാണ് ഐബുവിന്റെ ഡ്രസ് ഗായ്സ്. കുറച്ചൊരു ഇതൊക്കെ ടിവിയുടെ വലിച്ചിട്ട് ഇതൊക്കെ ഇവന്റെ പരിപാടി ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല കുറുമ്പൻ.
ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഐബുവിന് കഞ്ഞൊക്കെ പാക്ക് ചെയ്ത് പിടിച്ചിട്ട് കുടിക്കുമോന്ന് അറിയില്ല മൂപ്പരാള്. എന്താ ഇപ്പൊ വിക്രസ് ചെയ്യണ അവിടെ? ഇവിടെ വാതിൽ തുറക്കാനുള്ള വിക്രസാണ് മൂപ്പരാള് ചെയ്യുന്നത്. എല്ലാരും ഒരുങ്ങി സെറ്റായി. തുറന്നിട്ട് തുറക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ റെഡിയായി ഇറങ്ങുകയാണ്. എങ്ങനെ പോണേ പോവാ? എങ്ങനെ പോണേ? എങ്ങനെ പോണേ? ചേട്ടാ ചേട്ടാ പറഞ്ഞേ ചേട്ടാ ടോവിനോടെ ടോവിനോനെ അച്ഛക്ക് ഇഷ്ട. എത്തി സ്ഥലത്ത് അറേബ്യൻ റെസ്റ്റോറന്റ് കഴിഞ്ഞു. സോറി. അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാ ചെക്കിങ്. എന്തേലും കഴിച്ചിട്ട് കയറാം. നേരം വൈകി. നല്ല സ്ഥലമുണ്ട്. തിയേറ്ററിന്റെ ഉള്ളിലേക്ക് എവിടാന്നല്ലോ പറഞ്ഞത്. ഉള്ളിലേക്ക് എവിടാന്നല്ലോ അല്ലേ? സോക്സ് ഇട്ടോണ്ട് സുഖമായിട്ട് ഓടാൻ പറ്റണ്ട. അപ്പൊ നിക്കടൊക്കെ പോയിട്ട് റീമ എന്ത് ഫോട്ടോ ഫോട്ടോക്കണ ഇരിക്കാൻ നിക്കുമ്പോ ഓടൂലേ? വേട്ട വേണ്ടി നിക്കണോക്ക് കള കുറുക്ക. ഇന്നു നിനക്ക് തോന്നി ഇന്നൂനെ പോലെ തോന്നിയെന്ന്. ഇന്നൂനെ പോലെ നിക്കുന്നു തോന്നി ഇന്നൂനെ പോലെ. ഒന്നും പറയണ്ടേ ഗൈസ്, ഞങ്ങള് 9:30 പടം. അപ്പോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അറേബ്യൻ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഷവായി എന്നല്ല പറഞ്ഞത് റീമ. ഞാൻ തിന്നിട്ടില്ല. അപ്പൊ അവിടെ പോയി തിന്നാൻ വിചാരിച്ചു. അവിടെ എത്തുമ്പോഴത്തേക്കും ഷവായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് അടുത്ത ഏതൊരു ഹോട്ടലിൽ പോവാ. ഇവിടെ ചിക്കിങ് നേരം മെഴുകുമല്ലോ. ഇപ്പോൾ ഹോട്ടലിൽ പോയച്ചു. അവിടെ കയറിയപ്പോൾ ഹോട്ടലിൽ എന്തായാലും നേരം മെഴുകും പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് ചിക്കിങ് അതിൽ ഇവരെന്താ പറഞ്ഞു വിചാരിച്ചു. ഇവര് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ കുഴപ്പമില്ലല്ലോ. ലാഡർ ഒറ്റപ്പാലത്ത് നല്ല തിയേറ്റർ ഇട്ട് ഇവിടെ കളിക്കണ ഏരിയ ഒക്കെ. പക്ഷെ നമ്മൾ നേരം വഴിക്കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഒരാൾക്ക് ഇവിടെ എത്തിയപ്പോ നല്ല ഹാപ്പി ലൈഫ് ഓടിക്കളിക്കുക. വേണ്ട വേണ്ട അവനെ മേലെന്നെ കാണാൻ അവിടെ.
QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അപ്പൊ കിട്ടും. സാധനം ഇവിടെ മെയിൻ്റെനൻസിന് നാനൂറാ മേലെ ഫുള്ള് സ്ക്രീന് പോവാ. എവിടെ കയറി എന്നെ രക്ഷിക്കണം? ആര് പറഞ്ഞു? ദേവി വിളയാടിയതാണെങ്കിൽ ഇന്റർവെല്ലായി പക്ഷേ 3D മൊത്തം 3Dക്ക് ഇഷ്ടമായില്ല, ആവശ്യമില്ലാത്ത 3D ആപ്പിച്ചു. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് ഗായ്സ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഫുൾ 3D വേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ലാസ്റ്റ് ടോവിനോ കലക്കഭിനയം. ഹൈബൂസ് നല്ല കുട്ടിയിരുന്നിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നോക്കിയിരുന്ന് പോപ്കോണൊക്കെ ലാസ്റ്റ് മാത്രം ഇങ്ങനെ ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഇത്തിരി നേരം ഫോൺ വെച്ച് കൊടുത്തു. അല്ലാണ്ടൊന്നും വലിയ കരച്ചിലും വിളിച്ചിട്ടൊന്നുമില്ല. ഗുഡ് ബോയ് ആയിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിൽ പോവാണ്. ആരും ഷാമിലൊക്കെ വെക്കണ്ടല്ലോ പോലീസുകാരെ. വെറുതല്ല ഷാമിലിനെ വെക്കണില്ലേ. അടുത്ത രാത്രി 12:45 ഞങ്ങൾ കിസ്മിസിലാണ്. ഇവിടെ ജ്യൂസ് മാത്രമല്ലോ, ജ്യൂസ് ഷേക്ക് മൊജിറ്റോ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. റീമന്റെ മുഖം പൊത്തിരിക്കണേ. റീമ വലിയ കുട്ടിയായി ഇപ്പൊ ഈ ചായ. മോനെ ജലദോഷം മാറി. ഇതാണ് എന്റെ, ഇതാണ് റീമാട, അതാണ് എന്റെ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. അതിന്നല്ല അല്ലേ? ഒരു വായന കൊടുത്തോ. ഞങ്ങൾ സിനിമക്ക് കയറിനാട്ടിയുമ്പോൾ എന്താ ബർഗർ കഴിച്ചിട്ട് വേഗം കയറിയതല്ലേ. അപ്പം എല്ലാവർക്കും ദായിക്കണ പോലെയൊക്കെ തോന്നി, വിശക്കണം ദായിക്കണ പോലെയൊക്കെ. അപ്പം ഇങ്ങനെ എല്ലാ കടകളും ക്ലോസ് ആയിക്കണം. അപ്പം ഇത് മാത്രം ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലും നോക്കി വന്നപ്പോൾ ജ്യൂസും ഷേക്കും മാത്രവും. അപ്പം പിന്നെ മൊജിറ്റോ കുടിക്കാതെ വെച്ചു. അങ്ങനെ കുടിച്ചോണ്ടിരിക്കും. മെല്ലെ 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 ഇറങ്ങി, മെല്ലെ ഇറങ്ങി. എന്തെന്ന് കുട്ടി ഉറങ്ങാത്ത മോനെ? ഉറങ്ങാണ്ട് ഇവിടെ കല്ല്. 1 മണിയാകുമ്പോൾ നട്ടപ്പാതിര 1 മണിക്ക് റോട്ടിക്കൂടെ അലഞ്ഞു നടക്കുന്ന ഞങ്ങൾ. നൈറ്റ് റൈഡ്. അങ്ങനെ ഗായ്സ് വീട്ടിലെത്തി ഐബൂനെ ഉറക്കി. ഡ്രസ്സ് മാത്രം മാറ്റുള്ളൂ കേട്ടോ. സ്കിൻ കെയറും ചെയ്യാനുള്ള ത്രാണില്ലെന്ന്. 1:30 ആവാറായി. ഇനിയിപ്പോൾ മുഖമൊക്കെ കഴിക്കാൻ ചിലപ്പോൾ ഉറക്കമുള്ളതൊക്കെ പോകും. അപ്പം ഞാനും പോയി ഉറങ്ങട്ടെ. ചെക്ക ഇടയിൽ അധികം എണിക്കാണ്ടിരുന്നാൽ മതി. 1:30 ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ശരി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ